നമസ്കാരം. നേതാക്കൾ LDF ഒക്കെ ഉയർത്തിക്കാട്ടും. ഇപ്പോൾ AK ബാലന്റെ പ്രതികരണമൊക്കെ ആ നിലയിലാണ്. പക്ഷെ ഇത് കോൺഗ്രസ് ഇപ്പോൾ ഐക്യത്തിന്റെ സന്ദേശം നിൽക്കുമ്പോൾ BJP ആണോ ഈ തർക്ക വിഷയമായി ഇങ്ങനെ നിൽക്കുന്നത്? തിരുവനന്തപുരം നിയമവും വട്ടിയൂർക്കാവും ഒക്കെ അങ്ങനെയാണോ? തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു വലിയ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ, ഒരുപാട് കാലം സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നവരും വളരെ പാർട്ടിയിൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ മാധ്യമങ്ങൾ പൊതുവെ സ്ഥാനാർത്ഥികളെ പറ്റിയും മണ്ഡലത്തിൽ നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ ഇതേപോലെ ചർച്ചകളും മറ്റുമൊക്കെ നടത്താറുണ്ട്. എന്നാൽ കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയൊന്നുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും കേഡർ പാർട്ടികളാണ്. അതിനാൽ അവരുടെ നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും അവരങ്ങനെ പുറത്തല്ല പറഞ്ഞു നടക്കാറ്. പുറത്ത് അതിനെപ്പറ്റി ഒച്ചപ്പാടുണ്ടാക്കുകയൊന്നും ചെയ്യില്ല. പാർട്ടിക്കുള്ളിലായിരിക്കും പറയുക. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല. കോൺഗ്രസ് ആർക്കെങ്കിലും ചില സീറ്റിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കടുപിടി പ്രകടമായിരിക്കും, നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച നടത്തുകയാണ്. അതെല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ ചിലതൊക്കെ കയ്യിൽ നിന്നിട്ട് അവർ അടിപിടിയാണ്, ചില സീറ്റിന് വേണ്ടി കടിപിടിയാണ് എന്ന തരത്തിലൊക്കെ ഈ മാതൃഭൂമി കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് എന്ന മണ്ഡലത്തെ പറ്റി പറഞ്ഞു. അവിടെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും അതേപോലെ തന്നെ സിനിമാ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറൊക്കെയാണ് ആ സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്നത് എന്ന തരത്തിലാണ് അവർ ആ ചർച്ച കൊണ്ടുപോയത്. അതിനുശേഷം കൊല്ലത്തു നിന്നുള്ള വിനോദ് കാർത്തിക എന്നൊരു യുവാവ്, അയാൾ എൻ്റെ സുഹൃത്തു കൂടിയാണ്, അയാൾ മാതൃഭൂമിയിലേക്ക് വിളിച്ച് രസകരമായി സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഫോൺ സംഭാഷണം കൂടി ഒന്ന് കേട്ടു നോക്കാം. ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഇത് മാതൃഭൂമി TV അല്ലേ? അതെ. മേഡം, ഇന്നൊരു വാർത്ത കണ്ടായിരുന്നു. വട്ടിയൂർക്കാവില് സുരേന്ദ്രനും മറ്റേ കൃഷ്ണകുമാറും തമ്മിൽ വെടിവലിയെന്നും പറഞ്ഞുകൊണ്ട്. ചാനലിൽ കണ്ട ന്യൂസാ? ചാനൽ കണ്ട ന്യൂസാണ്. ഹോൾഡ് ചെയ്യണേ. ഹലോ, നമസ്കാരം. പറയൂ. സാർ, ഇന്നൊരു വാർത്ത കണ്ടിരുന്നേ. വട്ടിയൂർക്കാവില് സുരേന്ദ്രനും മറ്റേ കൃഷ്ണകുമാറും തമ്മില് സീറ്റിന് വേണ്ടി വടംവലി എന്ന് പറഞ്ഞോണ്ടേ. ഇന്നോ? മാതൃഭൂമിയിലാണോ? മാതൃഭൂമി ചാനലിൽ കണ്ടു. പറഞ്ഞോളൂ. അപ്പോഴും ഞാനും വട്ടിയൂർക്കാവില്, എന്റെ പേര് വിനോദ് കാർത്തിക എന്നാ. ഞാൻ വട്ടിയൂർക്കാവില് കുറെ നാളുടെ സ്ഥാനാർത്ഥി നിൽക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥിയാവാൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് എന്നെ മാത്രം ഒഴിവാക്കുന്നത് മോശമല്ലേ? ഞാൻ BJP. പിന്നെ വിനോദ് കാർത്തിക. ഞാൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരെ പേര് പറയുമ്പോൾ എന്നെ ഒഴിവാക്കുന്നത് മോശമല്ലേ? അടുത്ത വാർത്ത എന്റെ പേര് പറയണേ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വട്ടിയൂർക്കാവ് തന്നെ, ജംഗ്ഷനില്, ബസ് സ്റ്റോപ്പിന്റെ ബാക്കില്. ബസ് സ്റ്റോപ്പിന്റെ ബാക്കില്. BJP കാരനാണ്. അയ്യോ, സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതല്ലേ? അതിപ്പോ എന്റെ വീട് പറയണേ, അല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടത്തില്ല. ശരി സാറേ, നന്ദി കേട്ടോ സാറേ, വളരെ നന്ദി. സത്യത്തിൽ ആ മാതൃഭൂമിയിൽ ആ ഫോൺ എടുത്ത ആ സംസാരിക്കുന്ന ആളുടെ കിളി പോയി എന്നാണ് തോന്നുന്നത്. ഇതേപോലെ വിനോദ് കാർത്തിക പറയുന്ന പോലെ ഏതൊരു BJPക്കാരനും അവകാശപ്പെടാവുന്നത് തന്നെയാണ് അങ്ങോട്ട് വിളിച്ചിട്ട്. അതെന്താ ഞങ്ങൾക്ക് കിട്ടിക്കൂടെ ആ സീറ്റ്? ഇവിടെ വിനോദ് കാർത്തിക ആവശ്യപ്പെടുന്നത്, അയാളും BJPക്കാരനാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ പുള്ളി സ്റ്റേറ്റ് കമ്മിറ്റിയിലൊന്നുമില്ല. പക്ഷേ ഇനി അടുത്ത തവണ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ആ ആൾ തന്നെയാണ് വ്യക്തി. ഇതേപോലെ ഒരു വേഷത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ശിഷ്യനാണോ എന്ന് തോന്നിപ്പോകുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ പറയാൻ പറ്റില്ല. മാതൃഭൂമിയാണ്. അവർ ഒരുപക്ഷെ അടുത്ത ചർച്ചയിൽ വിനോദ് കാർത്തിക എന്ന മറ്റൊരു BJP നേതാവ് കൂടി വട്ടിയൂർക്കാവ് സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു എന്ന തരത്തിൽ വാർത്ത കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പറയാൻ പറ്റില്ല, മാപ്രയാണ്.